Hello my dear students, welcome back to the new session of object-oriented programming concepts. In the previous class, we have studied about how to create threads in Java and also about thread synchronization and deadlocks in Java. Today we will going to discuss about different thread methods, which includes is, alive and join methods and methods for naming a thread, also about daemon threads. First, we will discuss about isAllow method. isAllow method of thread class tests if the thread is alive. A thread is considered alive when the start method of the thread class has been called and the thread is not yet dead. This method returns true if the thread is still running and not finished. Its syntax is final boolean isAllow, and the method will return true if the thread is alive, otherwise it returns false. This is an example of isAllow method. That is, ഇവിടെ ഒരു thread class extend ചെയ്തിട്ട് ഒരു class create ചെയ്തിട്ടുണ്ട്. Then അതിനുള്ള run method override ചെയ്തിട്ട് അതിന് definition കൊടുത്തിട്ടുണ്ട്. ഇത് just അതിനെ ആ thread കുറച്ച് നേരം sleep ചെയ്യുക, അതിനുശേഷം ആ thread status, isAllow എന്നുള്ള status print ചെയ്യാനുള്ള ഒരു statement ആണ്. ഈ thread work ചെയ്യുമ്പോൾ ഈ thread working വരുന്നുള്ളൂ. Then അതിനുശേഷം main method ആണ്. ആദ്യം ഫസ്റ്റ് മെയിൻ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യും. മെയിൻ മെത്തേഡിൽ ആദ്യമായിട്ട് ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒബ്ജക്റ്റ് ഡോട്ട്, ദാറ്റ് ഈസ് T1 എന്നാണ് നമ്മുടെ ഒബ്ജക്റ്റ്. സോ T1 ഡോട്ട് isAllow എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നു. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു isAllow മെത്തേഡ് ട്രൂ റിട്ടേൺ ചെയ്യുന്നത് ആ ത്രെഡ് ലൈവ് ആയിരിക്കുമ്പോഴാണ്. ദാറ്റ് ഈസ് സ്റ്റാർട്ട് മെത്തേഡ് വിളിച്ചതിന് ശേഷം ആ ത്രെഡ് ഡെഡ് ആവുന്ന വരെ. ഡെഡ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിൽ ഡെഡ് വരാം. ദാറ്റ് ഈസ് നോർമൽ ഡെത്ത്, ദാറ്റ് ഈസ് എക്സിക്യൂഷൻ മുഴുവൻ കഴിഞ്ഞിട്ട് ത്രെഡ് ഡെഡ് ആവാം. അതർവൈസ് സ്റ്റോപ്പ് മെത്തേഡ് വഴി ത്രെഡിനെ ഡെഡ് ആക്കാം. അപ്പോൾ അതുവരെയുള്ള സമയത്താണ് ആ ത്രെഡ് isAllow വിളിച്ചു കഴിഞ്ഞാൽ ട്രൂ റിട്ടേൺ ചെയ്യാം. ഇവിടെ ഈ ത്രെഡിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ദാറ്റ് ഈസ് ആ ത്രെഡ് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. സ്റ്റാർട്ട് മെത്തേഡ് വിളിക്കുന്നതിന് മുമ്പാണ് isAllow വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ isAllow വിളിക്കുന്ന സമയത്ത് വി ഗോട്ട് ഔട്ട്പുട്ട് ആസ് ബിഫോർ സ്റ്റാർട്ടിങ് ത്രെഡ് ഈസ് അലൈവ്, ദാറ്റ് ഈസ് ഫോൾസ് എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് കിട്ടുക. ഓക്കെ, അതിനുശേഷം ഈ T1 ഡോട്ട് സ്റ്റാർട്ട് വിളിച്ചതിന് ശേഷം വീണ്ടും isAllow പ്രിന്റ് ചെയ്യുമ്പോൾ T1 ഡോട്ട് isAllow എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് ഔട്ട്പുട്ട് ആസ് ട്രൂ. ഓക്കെ, ഇത് മെയിൻ ത്രെഡ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ T1 ഡോട്ട് സ്റ്റാർട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് റൺ മെത്തേഡ് വർക്ക് ചെയ്യും. ആ റൺ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വി ഗോട്ട്, അതായത് ഈ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയും isAllow ചോദിച്ചിരിക്കുകയാണ്. ഈ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കാരണം, ദാറ്റ് ഈസ് അത് ഡെഡ് ആയിട്ടില്ല എക്സിക്യൂട്ട് ചെയ്യണ കാരണം ഇവിടെയും നമുക്ക് ഓൾസോ ഗോട്ട് ദ ഔട്ട്പുട്ട് ആസ് ട്രൂ. ഓക്കെ, സോ ദിസ് ഈസ് isAllow മെത്തേഡ്. ഒരു ത്രെഡ് ലൈവ് ആണോ അലൈവ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ് isAllow മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് റിട്ടേൺസ് ബൂളിയൻ വാല്യൂസ്, ദാറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, then next is join method in Java. Join method is used when you want to wait for the thread to finish. In other words, it causes the currently running threads to stop executing until the thread it joins with completes its task. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ജാവയിൽ ത്രെഡുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു മെയിൻ ത്രെഡും ഉണ്ടാവും. ദെൻ അതിൽ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും ചൈൽഡ് ത്രെഡുകളെ ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഈ മെയിൻ ത്രെഡും ചൈൽഡ് ത്രെഡുകളും എല്ലാം പാരലലി എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതിൻ്റെ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ചൈൽഡ് ത്രെഡ് ആദ്യം കഴിയാം, ചിലപ്പോൾ മെയിൻ ത്രെഡ് ആദ്യം കഴിയാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആ എക്സിക്യൂഷൻ വരാമെന്ന് നമ്മൾ ത്രെഡിൻ്റെ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു. എന്നാൽ ജോയിൻ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ത്രെഡ് മറ്റൊരു ത്രെഡിൻ്റെ എക്സിക്യൂഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്ത് മറ്റ് ത്രെഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം ഈ ത്രെഡ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റോപ്പ് ആയാൽ മതി. അങ്ങനത്തെ ഒരു കേസിലാണ് ജോയിൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വേറൊരു ത്രെഡ് കംപ്ലീറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് മാത്രം ആ കറണ്ട് ത്രെഡ് കണ്ടിന്യൂ ചെയ്യുക. അതിനുവേണ്ടി യൂസ് ചെയ്യണ മെത്തേഡാണ് ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പബ്ലിക് ഫൈനൽ വോയിഡ് ജോയിൻ. ഓക്കെ, ഇത് ജോയിൻ നമ്മൾ സ്ലീപ്പൊക്കെ പഠിച്ച പോലെ തന്നെ ജോയിൻ എന്ന് പറഞ്ഞ മെത്തേഡും എക്സെപ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ജോയിൻ എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് അവിടെ യൂസ് ചെയ്യണം. Okay, this method waits until the thread on which it is called terminates. ഏത് ത്രെഡിൻ്റെ മുകളിലാണോ ജോയിൻ വിളിക്കുന്നത് ആ ത്രെഡ് കഴിയണ വരെ ആ വിളിച്ച ത്രെഡ് അവിടെ വെയിറ്റ് ചെയ്യും.
ഓക്കെ, ഈ ജോയിൻ മെത്തേഡിന് 3 ഓവർലോഡഡ് ഫങ്ഷൻസ് വരാം. ഒന്ന് സിമ്പിൾ വോയിഡ് ജോയിൻ, ദാറ്റ് ഈസ് നമ്മൾ എപ്പോഴാണോ ഏത് ത്രെഡിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യണം ആ ത്രെഡിൻ്റെ ഫുൾ എക്സിക്യൂഷൻ കഴിയണ വരെ വെയിറ്റ് ചെയ്യുന്നതിനാണ് നോർമൽ ജോയിൻ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് വെയിറ്റ്സ് ഇൻഡെഫിനിറ്റ്ലി ഫോർ ദിസ് ത്രെഡ് ടു ഡൈ. ദെൻ നെക്സ്റ്റ് നമ്മൾ സ്ലീപ്പിലൊക്കെ യൂസ് ചെയ്യണ പോലെ ജോയിൻ വിത്ത് പാരാമീറ്റർ, ദാറ്റ് ഈസ് എത്ര സെക്കൻഡ് വെയിറ്റ് ചെയ്യണം അതിന് നമ്മൾ മില്ലി സെക്കൻഡ് ആയിട്ട് നമുക്ക് ജോയിൻ്റെ പാരാമീറ്റർ ആയിട്ട് കൊടുക്കാം. ഇറ്റ് വെയിറ്റ്സ് അറ്റ്മോസ്റ്റ് മില്ലി സെക്കൻഡ്സ് ഫോർ ദിസ് ത്രെഡ് ടു ഡൈ. ഓക്കെ, അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയിൻ്റെ കൂടെ മില്ലി സെക്കൻഡ് കൊടുക്കുന്നത്. പിന്നെ മില്ലി സെക്കൻഡ് തന്നെ നമുക്ക് കുറച്ചും കൂടി എക്സാക്റ്റ് ആയിട്ട് കൊടുക്കാൻ, ദാറ്റ് ഈസ് മില്ലി സെക്കൻഡ് നാനോ സെക്കൻഡ്, കുറച്ചും കൂടി ടൈം എക്സാക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ഈ ഫോമാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഇതിൽ നമ്മൾ ഒരു ത്രെഡ് ജോയിൻ മെത്തേഡ് ഒന്നും ഇല്ലാതെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടും, അതുപോലെ അടുത്ത എക്സാമ്പിളിൽ വിത്ത് ജോയിൻ മെത്തേഡിൽ എങ്ങനെ ഔട്ട്പുട്ട് കിട്ടും, ഇത് രണ്ടുമാണ് കമ്പയർ ചെയ്യാൻ പോണത്. If we run a thread without join method, then the execution of thread cannot be predicted. Thread scheduler schedules the execution of thread. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ജോയിൻ ഒന്നും യൂസ് ചെയ്യാതെ നോർമലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ത്രെഡുകൾ എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എപ്പോൾ കഴിയുന്നു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് ജോയിൻ മെത്തേഡ് ഒന്നും ഇല്ലാത്ത കേസിൽ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇവിടെ മൈ ത്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് എക്സ്റ്റെൻസ് ത്രെഡ് ക്ലാസ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു റൺ മെത്തേഡ് ഉണ്ട്, റൺ മെത്തേഡിനെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് R1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു R1 എന്ന് പറയുന്ന ഒരു വാല്യൂ പ്രിന്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ആ ത്രെഡിനെ സ്ലീപ്പ് ചെയ്യാണ്, R1 പ്രിന്റ് ചെയ്യുക, ദെൻ അത് കുറച്ച് നേരം സ്ലീപ്പ് ചെയ്യുക, ദാറ്റ് ഈസ് അത് വെയിറ്റ് ചെയ്യുക. സ്ലീപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സ്ലീപ്പ് മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ സ്ലീപ്പ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അത് ട്രൈ ക്യാച്ചിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. എന്താണ് ട്രൈ ക്യാച്ച് എന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഇത്രയും സ്ലീപ്പ് എന്ന് പറയുന്ന മെത്തേഡ് എവിടെ യൂസ് ചെയ്യുന്നുണ്ടോ ദർ മസ്റ്റ് ബി എ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെത്തേഡ്. നിങ്ങൾ ഓൾറെഡി റീഡ് ലൈൻ മെത്തേഡ് കണ്ടിട്ടുണ്ടായിരുന്നു. റീഡ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അത് എക്സെപ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ റീഡ് ലൈൻ മെത്തേഡ് എവിടെ യൂസ് ചെയ്യുമ്പോഴും എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയുള്ളൊരു മെത്തേഡാണ് സ്ലീപ്പ്. ഈ സ്ലീപ്പ് എന്ന് പറയുന്ന മെത്തേഡ് ഒരിക്കലും ഡയറക്റ്റ് വിത്തൗട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്ലീപ്പ് യൂസ് ചെയ്യുമ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കമ്പൽസറി ആയതുകൊണ്ടാണ് ട്രൈ ക്യാച്ച് എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം ഒരു റൺ മെത്തേഡിൽ ഇത്രേ ചെയ്യുള്ളൂ, R1 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യണു, ദെൻ അതിനുശേഷം ആ ത്രെഡ് കുറച്ച് നേരം സ്ലീപ്പ് ചെയ്യണം, അതിനുശേഷം R2 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് ഒരു ത്രെഡിന് ചെയ്യാനുള്ള ഡെഫിനീഷൻ. ദെൻ അതിനുശേഷം മെയിൻ മെത്തേഡിൽ 2 ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. മൈ ത്രെഡ് T1 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മൈ ത്രെഡ് T2 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം T1 ഡോട്ട് സ്റ്റാർട്ട് ആണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഇത് മെയിൻ ത്രെഡ് ആണ്, ഈ മെയിൻ ത്രെഡ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, അതിൻ്റെ കൂടെ T1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് T1 എന്ന് പറഞ്ഞ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യും, ദാറ്റ് ഈസ് അതിൻ്റെ റൺ മെത്തേഡ് വർക്ക് ചെയ്യും. ഈ റൺ മെത്തേഡ് വർക്ക് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് R1 പ്രിന്റ് ചെയ്യും. ദെൻ അതേ സമയത്ത് തന്നെ ഈ T1 ഡോട്ട് സ്റ്റാർട്ട് മെയിൻ ത്രെഡ് ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. T1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ T1 എന്ന് പറഞ്ഞ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഈ മെയിൻ ത്രെഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ T2 ഡോട്ട് സ്റ്റാർട്ടും ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ T1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് R1 പ്രിന്റ് ചെയ്യും. ദെൻ ആ ത്രെഡ് 500 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യാണ്. ആ സമയം കൊണ്ട് ഇവിടെ T2 ഡോട്ട് സ്റ്റാർട്ട് വിളിച്ചിട്ടുണ്ടാവും, T2 ഇതേ റൺ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ T2ൻ്റെ R1 എക്സിക്യൂട്ട് ചെയ്യും. സോ ആദ്യം T1ൻ്റെ R1 പ്രിന്റ് ചെയ്യും, അതിനുശേഷം T2ൻ്റെ R1 പ്രിന്റ് ചെയ്യും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും 500 മില്ലി സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ T1 സ്ലീപ്പായിരുന്നു, അത് എണീക്കും, അതിനുശേഷം അത് R2 പ്രിന്റ് ചെയ്യും, അതിനുശേഷം T2 ഇവിടെ 500 മില്ലി സെക്കൻഡ് സ്ലീപ്പായിരുന്നു, അതും എണീക്കും, ദെൻ R2 പ്രിന്റ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ജോയിൻ ഒന്നും യൂസ് ചെയ്യാത്ത കേസിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരിക. ഇതിൽ ചിലപ്പോൾ വേരിയേഷൻസ് വരും. ഇവിടെ സ്ലീപ്പ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. സ്ലീപ്പ് നമ്മൾ പറയുന്നതിനനുസരിച്ച് ഇതിന് കിട്ടുന്ന ഔട്ട്പുട്ട് മേ ബി വാരി ചെയ്യാം. പക്ഷേ ഇതിൽ ആദ്യം ആരെ എൻഡ് ചെയ്യുന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് സാധാരണ രീതിയിൽ ഒരു ത്രെഡിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുക. മെയിൻ ത്രെഡുകളും ചൈൽഡ് ത്രെഡും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യും. അതിൽ ആര് മെയിൻ ത്രെഡോ അല്ലെങ്കിൽ ചൈൽഡ് ത്രെഡോ ആരുടെ വേണമെങ്കിലും ആദ്യം എക്സിക്യൂഷൻ കഴിയാം, എങ്ങനെ വേണമെങ്കിലും അത് വരാം, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല. ഇനി എക്സാമ്പിൾ ഓഫ് ത്രെഡ് വിത്ത് ജോയിൻ മെത്തേഡ്. ജോയിൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ് ചേഞ്ച് വരുന്നത് എന്നാണ് പറയുന്നത്. നേരത്തെ എക്സാമ്പിൾ തന്നെയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻ ദിസ് എക്സാമ്പിൾ വി ആർ യൂസിങ് ജോയിൻ മെത്തേഡ് ടു എൻഷുർ ദാറ്റ് thread finished its execution before starting other thread. It is helpful when we want to execute multiple threads based on our requirement. ഇപ്പോൾ നേരത്തെ അതേ എക്സാമ്പിൾ തന്നെ
ഒരു മൈ ത്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ത്രെഡ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ക്ലാസ് ഉണ്ടാക്കി. ദെൻ അതിൻ്റെ ഉള്ളിൽ റൺ മെത്തേഡിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ഇവിടെ 2 ത്രെഡുകൾ ക്രിയേറ്റ് ചെയ്തു, T1 ഉം T2 ക്രിയേറ്റ് ചെയ്തു. ദെൻ ആദ്യം വിളിക്കുന്നത് T1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. T1 ഡോട്ട് സ്റ്റാർട്ട്, ഈ മെയിൻ ത്രെഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങി. ദെൻ T1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ T1 എന്ന് പറഞ്ഞ ത്രെഡും ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങി. ദാറ്റ് ഈസ് ഇവിടെ R1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടി. ഓക്കെ. ദെൻ അതിനുശേഷം അപ്പോൾ ഈ T1 എന്ന് പറയുന്ന ത്രെഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, മെയിൻ ത്രെഡും ഇവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ അടുത്ത വരണ സെൻറ്റൻസ് T1 ഡോട്ട് ജോയിൻ ആണ്. T1 ഡോട്ട് ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ത്രെഡിൻ്റെ ഉള്ളിൽ നിന്നാണ് T1 ഡോട്ട് ജോയിൻ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നുണ്ടെങ്കിൽ T1ൻ്റെ എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്യുന്നത് വരെ മെയിൻ ത്രെഡാണ് T1 ഡോട്ട് ജോയിൻ വിളിക്കുന്നത്. സോ main thread should be wait until execution of T1 completes. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ T1 ഡോട്ട് സ്റ്റാർട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം R1 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അതിനുശേഷം T1 കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ആ സമയം കൊണ്ട് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി T2 ഡോട്ട് സ്റ്റാർട്ട്, നേരത്തെ കേസിൽ T2 ഡോട്ട് സ്റ്റാർട്ട് വിളിച്ചിരുന്നു, അതുകൊണ്ടാണ് T2ൻ്റെ R1 ഔട്ട്പുട്ട് വന്നത്. ദെൻ T1 എപ്പോഴാണോ സ്ലീപ്പിൽ നിന്ന് എണീക്കണത് അപ്പോൾ അതിനുശേഷം T1 കണ്ടിന്യൂ ചെയ്യും, അതിനുശേഷം T2 കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ പാരലായിട്ടാണ് വർക്ക് ചെയ്ത് തരുന്നത്. പക്ഷേ ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ T1 ഡോട്ട് സ്റ്റാർട്ട് വിളിച്ച് ഇവിടെ എക്സിക്യൂഷൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ T1 ഡോട്ട് ജോയിൻ ആണ് വിളിക്കുന്നത്. ഇവിടെയും ശ്രദ്ധിക്കുക, ജോയിൻ മെത്തേഡും യൂസ് ചെയ്യുമ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കമ്പൽസറി ആണ്, അതുകൊണ്ടാണ് ട്രൈ ക്യാച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. ദെൻ T1 ഡോട്ട് ജോയിൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ മെയിൻ ത്രെഡ് പിന്നെ താഴത്തേക്ക് പോവില്ല. ദാറ്റ് ഈസ് മെയിൻ ത്രെഡിൻ്റെ എക്സിക്യൂഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവും അൺടിൽ ഈ T1 എന്ന് പറയുന്ന ത്രെഡിൻ്റെ എക്സിക്യൂഷൻ മുഴുവൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഈ മെയിൻ ത്രെഡ് പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുള്ളൂ. സോ ഈ T2 ഡോട്ട് സ്റ്റാർട്ട് അവിടെ വർക്ക് ചെയ്യുന്നില്ല. T1 ഡോട്ട് ജോയിൻ എന്ന് പറയുമ്പോൾ T1ൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഈ മെയിൻ ത്രെഡ് അവിടെ വെയിറ്റ് ചെയ്യാണ്. സോ T1 ഡോട്ട് സ്റ്റാർട്ട് ആദ്യം R1 പ്രിൻറ്റ് ചെയ്യും. ദെൻ അതിനുശേഷം ആ ത്രെഡ് T1 എന്ന് പറഞ്ഞ ത്രെഡ് 500 മില്ലി സെക്കൻഡ് സ്ലീപ്പ് ചെയ്യും. അതിനുശേഷം R2 പ്രിൻറ്റ് ചെയ്യും. അത്രയും കഴിയുമ്പോൾ റൺ മെത്തേഡ് കഴിഞ്ഞു. സോ T1ൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം, ദാറ്റ് ഈസ് T1ൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഇവിടുത്തെ മെയിൻ ത്രെഡ് കണ്ടിന്യൂ ചെയ്യുക. ദാറ്റ് ഈസ് മെയിൻ ത്രെഡ് പിന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പ് T2 ഡോട്ട് സ്റ്റാർട്ട് ആണ്. സോ ഓട്ടോമാറ്റിക്കലി T2 എന്ന് പറയുന്ന ത്രെഡ് അതിൻ്റെ റൺ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് അതിൻ്റെ R1 പ്രിൻറ്റ് ചെയ്യും. ദെൻ അതിനുശേഷം അതിൻ്റെ R2 വെയിറ്റ് ചെയ്യും, സ്ലീപ്പ് ചെയ്യും കുറച്ച് നേരം. അതിനുശേഷം R2 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എക്സിക്യൂഷൻ കഴിയും. ദാറ്റ് ഈസ് ഇവിടെ മെയിൻ ത്രെഡും അവസാനിക്കും, അതിൻ്റെ കൂടെ തന്നെ ചൈൽഡ് ത്രെഡുകളുടെ എക്സിക്യൂഷനൊക്കെ കഴിയും. അപ്പോൾ ഈ 2 എക്സാമ്പിളും കാണിച്ചതിൽ നിന്ന് എന്താണ് ആ ജോയിൻ എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഏത് ത്രെഡ് എവിടെ നിന്നാണോ നമ്മൾ കോൾ ചെയ്യുന്നത്, ഏത് ത്രെഡിൽ നിന്നാണോ കോൾ ചെയ്യണത് ആ ത്രെഡ് അവിടെ വെയിറ്റ് ചെയ്യും അൺടിൽ ഏത് ത്രെഡുമായിട്ടാണോ ജോയിൻ ചെയ്യണത്. ഇപ്പോൾ ഇവിടുന്ന് മെയിൻ ത്രെഡിൽ നിന്നാണ് കോൾ ചെയ്യുന്നത്, അതുകൊണ്ട് മെയിൻ ത്രെഡ് വെയിറ്റ് ചെയ്യും. ഏത് വരെ? T1 ഡോട്ട് ജോയിൻ ആണ് പറയുന്നത്. സോ T1 എന്ന് പറയുന്ന ത്രെഡ് ഫിനിഷ് ചെയ്യണ വരെ മെയിൻ ത്രെഡ് അവിടെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം മാത്രം T1ൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മെയിൻ ത്രെഡ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. പക്ഷേ ഇങ്ങനെ ജോയിൻ യൂസ് ചെയ്യാത്ത കേസിൽ മെയിൻ ത്രെഡും പാരലായിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യും, ചൈൽഡ് ത്രെഡുകളും പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യും, എല്ലാവരും ഒരുമിച്ചാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ ഔട്ട്പുട്ട് വരുന്നു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ത്രെഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റേ ത്രെഡ് വർക്ക് ചെയ്യുള്ളൂ നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടും അവിടെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. In this program, join method on thread T1 ensures that T1 finishes its process before the thread T2 start. ഓക്കെ. അടുത്ത താഴത്തേക്ക് വന്നാൽ മാത്രമേ T2 ഡോട്ട് സ്റ്റാർട്ട് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ വർക്ക് ചെയ്യണതിന് മുമ്പ് തന്നെ T1ൻ്റെ എക്സിക്യൂഷൻ കഴിയും എന്നുള്ളത് നമുക്കിവിടെ ഓർപ്പിക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ജോയിൻ മെത്തേഡ്. ഓക്കെ. ഇനി ജോയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോയിൻ സിമ്പിളായിട്ട് പാരന്തസിസ് ആണ് കൊടുത്തത്. അതുകൂടാതെ നമുക്ക് ടൈമും കൊടുക്കാം. ദാറ്റ് ഈസ് join of 1500, ഇത് മില്ലി സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് ഇങ്ങനത്തെ കേസിൽ മറ്റേത് T1 ഡോട്ട് ജോയിൻ എന്ന് പറഞ്ഞാൽ T1ൻ്റെ എക്സിക്യൂഷൻ കഴിയണം വരെ ഈ ത്രെഡ് വെയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ T1 വെയിറ്റ് ചെയ്യും, ഈ ത്രെഡ് വെയിറ്റ് ചെയ്യും അൺടിൽ T1ൻ്റെ എക്സിക്യൂഷൻ 1500 മില്ലി സെക്കൻഡ് കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ത്രെഡും പാരലലി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. മറ്റോടത്ത് ഫുൾ കംപ്ലീറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്തിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് തിരിച്ചു വരും. ഓക്കെ. ദെൻ നെയിമിങ് എ ത്രെഡ്. ത്രെഡ് ക്ലാസ്സിൽ
ത്രെഡുകൾക്ക് നമ്മൾ നെയിം കൊടുക്കാൻ നമ്മൾ ത്രെഡ് ക്ലാസ്സിൻ്റെ മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ത്രെഡുകൾക്ക് നമുക്ക് നെയിം കൊടുക്കാനായിട്ടുള്ള ഒരുപാട് മെത്തേഡ്സുകൾ, നെയിം കൊടുക്കാനും അതുപോലെ കിട്ടാനും നമുക്കുള്ള മെത്തേഡുകൾ ഉണ്ടെന്ന്. ആ മെത്തേഡുകളാണ് പറയുന്നത്. ദ ത്രെഡ് ക്ലാസ് പ്രൊവൈഡ്സ് മെത്തേഡ്സ് ടു ചേഞ്ച് ആൻഡ് ഗെറ്റ് ദ നെയിം ഓഫ് ത്രെഡ്. ബൈ ഡിഫോൾട്ട് ഈച്ച് ത്രെഡ് ഹാസ് എ നെയിം, ദാറ്റ് ഈസ് ത്രെഡ് 0, ത്രെഡ് 1. അങ്ങനെ ത്രെഡുകൾക്ക് ഓട്ടോമാറ്റിക്കലി JVM തന്നെ നെയിം കൊടുക്കും, ത്രെഡ് 0, ത്രെഡ് 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് ഈ നെയിം മാറ്റിയിട്ട് നമ്മുടേതായിട്ടുള്ള നെയിം കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യണ മെത്തേഡാണ് സെറ്റ് നെയിം. ദാറ്റ് ഈസ് 2 മെത്തേഡ്സ്. ത്രെഡ് ക്ലാസ്സിലുള്ള 2 മെത്തേഡാണ് സെറ്റ് നെയിമും ഗെറ്റ് നെയിമും. സെറ്റ് നെയിമിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: പബ്ലിക് വോയിഡ് സെറ്റ് നെയിം ഓഫ് സ്ട്രിംഗ് നെയിം. എന്ത് നെയിമാണോ കൊടുക്കേണ്ടത് നമ്മൾ പാരലൽ ഇതിൽ ബ്രാക്കറ്റിലിട്ട് കൊടുക്കുക. ഇറ്റ് ഈസ് യൂസ് ടു ചേഞ്ച് ദ നെയിം ഓഫ് ത്രെഡ്. അതുപോലെ ഗെറ്റ് നെയിം, സ്ട്രിംഗ് ഗെറ്റ് നെയിം, നമ്മൾ ഇറ്റ് ഈസ് യൂസ് ടു റിട്ടേൺ ദ നെയിം ഓഫ് ത്രെഡ്. ഒരു ത്രെഡിൻ്റെ നെയിം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് സ്ട്രിംഗ് ആയിരിക്കും, റിട്ടേൺ ചെയ്ത് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യണ മെത്തേഡാണ് ഗെറ്റ് നെയിം. സോ സെറ്റ് നെയിം ആൻഡ് ഗെറ്റ് നെയിം. ഓക്കെ, കൺസിഡർ ദ എക്സാമ്പിൾ. ഇവിടെ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിൽ ആ ത്രെഡിൻ്റെ 2 ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കി. ദെൻ അതിനുശേഷം ആദ്യം നമ്മൾ T1.getName, T2.getName എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നമുക്ക് ത്രെഡ് 0, ത്രെഡ് 1 എന്നാണ് പേര് പറയുന്നത്. ദാറ്റ് ഈസ് വേറെ പുതിയ പേരൊന്നുമില്ല. അപ്പോൾ കമ്പൈലർ അല്ലെങ്കിൽ JVM എന്താണോ നെയിം ചെയ്തിരിക്കുന്നത് ആ നെയിം തന്നെ നമുക്ക് കിട്ടും, ത്രെഡ് 0, ത്രെഡ് 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദെൻ ദർ ഈസ് ഓൾസോ വൺ മെത്തേഡ് GetID. ഓരോ ത്രെഡിനും നെയിം ഉള്ള പോലെ തന്നെ ഓരോ ത്രെഡിനും ഒരു സെപ്പറേറ്റ് ഐഡിയും JVM ക്രിയേറ്റ് ചെയ്യും. അത് നമുക്ക് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യണ മെത്തേഡാണ് GetID. സോ T1.getID എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് T1ൻ്റെ കറസ്പോണ്ടിങ് ID എത്രയാണോ അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ദെൻ ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ T1.setName എന്ന് പറഞ്ഞിട്ട് എന്താണോ പേര് കൊടുക്കണേ ആ പേര് വെച്ച് T1ൻ്റെ പേര്, അതായത് T1ൻ്റെ പേര് ആദ്യം ത്രെഡ് 0 ആയിരുന്നു, നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സെറ്റ് നെയിം എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. ഇങ്ങനെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ T1.getName എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് വി ഗോട്ട് ആഫ്റ്റർ ചേഞ്ചിങ് നെയിം ഓഫ് T1 ഇസ് ഈക്വൽ ടു സോണു. ഇവിടെ കൊടുത്ത പേര് എന്താണോ അത് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഇവിടെ സ്റ്റാർട്ട് വിളിക്കുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഈ റൺ മെത്തേഡും എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് സെറ്റ് മെത്തേഡ്, സെറ്റ് നെയിം ആൻഡ് ഗെറ്റ് നെയിം, ഓൾസോ GetID. Then current thread method. Current thread method returns a reference to the currently executing thread object. നമുക്കറിയാം മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിൽ മൾട്ടിപ്പിൾ ത്രെഡുകൾ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഏത് ത്രെഡാണോ എക്സിക്യൂട്ട് ചെയ്യണേ ആ ത്രെഡിൻ്റെ ഒബ്ജക്റ്റിനെ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യണ മെത്തേഡാണ് കറണ്ട് ത്രെഡ്. അതിൻ്റെ സിൻടാക്സ് ഇത്രയേ ഉള്ളൂ, ത്രെഡ് ഡോട്ട് കറണ്ട് ത്രെഡ്. ഓക്കെ, അങ്ങനെ പറഞ്ഞു വിളിച്ചാൽ ആ കറണ്ട് ത്രെഡ് ഏതാണോ ത്രെഡിൻ്റെ ക്ലാസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ ത്രെഡ് ക്ലാസ്സിലെ ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ത്രെഡ് ഡോട്ട് കറണ്ട് നെയിം എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? പബ്ലിക് സ്റ്റാറ്റിക് ത്രെഡ് കറണ്ട് ത്രെഡ്. ഓക്കെ, അപ്പോൾ ആ കറണ്ട് ത്രെഡ് ഏതാണോ ആ കറണ്ട് ത്രെഡിൻ്റെ ത്രെഡ് ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുക. ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് ത്രെഡ് എന്ന് കൊടുക്കുന്നത് ത്രെഡ് ഒബ്ജക്റ്റ് ആണ് ഇവിടെ റിട്ടേൺ ചെയ്ത് കിട്ടുക. കൂടാതെ ഇത് സ്റ്റാറ്റിക് മെത്തേഡാണ്. സോ ഈ കറണ്ട് ത്രെഡിനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ത്രെഡ് ഡോട്ട് കറണ്ട് ത്രെഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് മെത്തേഡുകളെ കോൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ക്ലാസ് നെയിം വെച്ചിട്ടാണ് കോൾ ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ടാണ് ത്രെഡ് ഡോട്ട് കറണ്ട് ത്രെഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളൊരു ത്രെഡ് ക്ലാസ് ഉണ്ടാക്കി അതിന് ശേഷം റൺ മെത്തേഡ് കൊടുത്തിരിക്കണം. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഇവിടെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഈ 2 ത്രെഡിനും കിട്ടാനായിട്ട്, അതായത് T1 ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുമ്പോൾ ആദ്യം അതിൻ്റെ റൺ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യും, T2 ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുന്ന സമയത്ത് വീണ്ടും റൺ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ T1 ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുന്ന സമയത്ത് ആദ്യം വരുമ്പോൾ ത്രെഡ് ഡോട്ട് കറണ്ട് ത്രെഡ് എന്ന് പറയുമ്പോൾ ഈ T1 ആയിരിക്കും അവിടെ റിട്ടേൺ ചെയ്ത് വരിക. അതർ ഡോട്ട് ഗെറ്റ് നെയിം എന്ന് പറയുമ്പോൾ T1ൻ്റെ നെയിം എന്താണോ അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ T2 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കറണ്ട് ത്രെഡ് എന്ന് പറഞ്ഞാൽ T2ൻ്റെ ഒബ്ജക്റ്റ് ആവും ഇവിടെ വരിക. അതർ ഡോട്ട് ഗെറ്റ് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് വി ഗോട്ട് ദ ഔട്ട്പുട്ട് ആസ് ത്രെഡ് 1. സോ ദാറ്റ് ഈസ് കറണ്ട് ത്രെഡ് മെത്തേഡ്. Then next is daemon thread in Java. Daemon thread in Java is a service provider thread that provides services to the user thread. യൂസർ ത്രെഡുകൾക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ത്രെഡാണ് ഡെയ്മൺ ത്രെഡ് എന്ന് പറഞ്ഞാൽ. അതിന് പ്രയോറിറ്റി വളരെയധികം കുറവാണ്. ഓട്ടോമാറ്റിക്കലി ജാവ തന്നെ കുറേ ഡെയ്മൺ ത്രെഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് യൂസർ ത്രെഡുകളെ സപ്പോർട്ട് ചെയ്യാനും അതിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതല്ലാതെ യൂസർക്ക് വേണമെങ്കിൽ ഡെയ്മൺ ത്രെഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. Its life depends on the mercy of user thread. That is, when all the user threads dies, JVM terminates this thread automatically. There are many Java daemon threads running automatically. That is, garbage collector, finalizer, etc. That is, ഈ ത്രെഡുകളെല്ലാം
ഡയമണ്ട് ത്രെഡുകളാണ്. കാരണം അതായത് നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഗാർബേജ് കളക്ടറൊക്കെ നമ്മൾ പറഞ്ഞു ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യണം. ജാവയിലെ ഗാർബേജ് കളക്ഷനൊക്കെ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യം കഴിഞ്ഞ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒബ്ജക്റ്റിൻ്റെ സ്പേസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ഗാർബേജ് കളക്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ത്രെഡായിട്ട് ഒരു ഡയമണ്ട് ത്രെഡായിട്ടാണ് ഈ ഗാർബേജ് കളക്ടർ അതുപോലെ ഫൈനലൈസറൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ജാവ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഡയമണ്ട് ത്രെഡ്സ് ആണ്. You can see all the details by typing jconsole in the command prompt. Command prompt jconsole എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ത്രെഡുകളും ക്ലാസ്സുകളും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, some points to remember for daemon thread in Java. It provides services to user threads for background supporting tasks. It has no role in life than to serve user thread. ഈ ത്രെഡുകൾക്ക് വേറെ പർട്ടിക്കുലർലി ഒന്നും ചെയ്യാനില്ല. ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ ത്രെഡിനെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയമണ്ട് ത്രെഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈഫ് ഡിപ്പെൻഡ് ഓൺ ദ യൂസർ ത്രെഡ്. യൂസർ ത്രെഡുകളുടെ ലൈഫ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡയമണ്ട് ത്രെഡിനെയും JVM ഒഴിവാക്കും. അപ്പോൾ യൂസർ ത്രെഡുകളുടെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡയമണ്ട് ത്രെഡുകൾ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ലോ പ്രയോറിറ്റി ത്രെഡ്. യൂസർ ത്രെഡുകളുടെ പ്രയോറിറ്റി ഒന്നും ഡയമണ്ട് ത്രെഡുകൾക്ക് ഉണ്ടാവില്ല. കാരണം അത് ജസ്റ്റ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. Then there are some methods of Java diamond thread. Thread ക്ലാസ്സിൽ ഡയമണ്ട് ത്രെഡിന് വേണ്ടി കുറച്ച് മെത്തേഡ് ഉണ്ട്, which includes set diamond and is diamond. set diamond എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറന്റ് ത്രെഡിനെ ഡയമണ്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സെറ്റ് ഡയമണ്ട്. പിന്നെ ഈസ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡ് ഡയമണ്ട് ആണോ അല്ലയോ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടു ചെക്ക് വെദർ ദ കറന്റ് ത്രെഡ് ഈസ് ഡയമണ്ട് ഓർ നോട്ട്. കറന്റ് ത്രെഡ് ഡയമണ്ട് ആണോ അല്ലയോ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് ഈസ് ഡയമണ്ട് എന്ന് പറഞ്ഞ മെത്തേഡ്. ഇറ്റ് റിട്ടേൺസ് ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, ദെൻ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡയമണ്ട് ത്രെഡ്. ദാറ്റ് ഈസ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ത്രെഡ് ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, റൺ മെത്തേഡ് ഉണ്ട്. ദെൻ ഈ റൺ മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു കറന്റ് ത്രെഡിനെ ഡയമണ്ട് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാണ്. ഓക്കെ, ദെൻ അതിനുശേഷം ആണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അത് ആണെങ്കിൽ ഡയമണ്ട് ത്രെഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. അതല്ല എങ്കിൽ ഡയമണ്ട് അല്ല എങ്കിൽ അത് യൂസർ ത്രെഡ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ഇനി നമ്മൾ മെയിൻ ത്രെഡാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ T1 3 ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഫസ്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ സെറ്റ് ഡയമണ്ട് ട്രൂ ആക്കി വെക്കുകയാണ്. അതായത് ഫസ്റ്റ് T1 എന്ന് പറയുന്ന ത്രെഡിനെ ഡയമണ്ട് ആക്കി വെക്കണു. എന്നിട്ട് ഈ 3 ത്രെഡുകളും എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ T1 ഡോട്ട് ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡയമണ്ട് ആക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡയമണ്ട് ആക്കി വെച്ചതിന് ശേഷം T1 ഡോട്ട് സ്റ്റാർട്ടും T2 ഡോട്ട് സ്റ്റാർട്ടും T3 ഡോട്ട് സ്റ്റാർട്ടും വിളിക്കണം. T1 ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുന്ന സമയത്ത് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന് ഡയമണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. സോ വി ഗോട്ട് ഔട്ട്, ഇത് ഈസ് ഡയമണ്ട് എന്നുള്ളത് ട്രൂ ആയിരിക്കും. സോ അതുകൊണ്ട് വി ഗോട്ട് ഔട്ട്പുട്ട് ആസ് ഡയമണ്ട് ത്രെഡ് വർക്ക്. ദെൻ കറസ്പോണ്ടിങ് T2 ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുമ്പോഴും T3 ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുമ്പോഴും ഇവിടെ ഫാൾസ് ആണ്, കാരണം അത് ഡയമണ്ട് അല്ല. അതുകൊണ്ട് വി ഗോട്ട് ഔട്ട്പുട്ട് ആസ് യൂസർ ത്രെഡ് വർക്ക്. ഓക്കെ, വിച്ച് ഈസ് ഡയമണ്ട് ത്രെഡ് ഇൻ ജാവ. Then the last topic is thread exceptions. ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സെപ്ഷൻസ് വരാം. നമ്മളിപ്പോൾ ഓൾറെഡി പല ത്രെഡ് മെത്തേഡുകളും പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെയെല്ലാം എക്സെപ്ഷൻസ് റൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ലീപ്പ് ആയാലും ജോയിൻ ആയാലും അങ്ങനെ പല ത്രെഡുകളും പല മെത്തേഡുകളും യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സെപ്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യണം. എന്താണ് എക്സെപ്ഷൻസ് എന്നുള്ളതും എന്താണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് എന്നുള്ളതും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ത്രെഡിൻ്റെ കേസിൽ വരാവുന്ന ഒരു മെയിൻ എക്സെപ്ഷനാണ് ഇല്ലീഗൽ ത്രെഡ് സ്റ്റേറ്റ് എക്സെപ്ഷൻസ്. കുറേ എക്സെപ്ഷൻസ് വരാം, അതിൽ ത്രെഡിൻ്റെ കേസിൽ മെയിൻ ആയിട്ടുള്ള ഒരു എക്സെപ്ഷനാണ് ഇല്ലീഗൽ ത്രെഡ് സ്റ്റേറ്റ് എക്സെപ്ഷൻ. ഇത് മെയിനായിട്ട് 2 സിറ്റുവേഷനിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ, കോളിംഗ് എ സ്റ്റാർട്ട് ഓൺ ത്രെഡ് വെൻ ഇറ്റ്സ് ഓൾറെഡി എക്സിക്യൂട്ട് ഇൻ റൺ മെത്തേഡ്. ഓൾറെഡി റൺ മെത്തേഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ത്രെഡിനെ വീണ്ടും സ്റ്റാർട്ട് വിളിക്കുകയാണെങ്കിൽ there may be chance for illegal thread state exception. അതുകൂടാതെ സെക്കൻഡ് വൺ, കോളിംഗ് സ്റ്റാർട്ട് ഓൺ ത്രെഡ് വെൻ ഇറ്റ് ഹാസ് ഫിനിഷ്ഡ് എക്സിക്യൂട്ടിംഗ് റൺ മെത്തേഡ്. ഒരു ത്രെഡ് റൺ മെത്തേഡ് വിളിച്ച് അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് ജസ്റ്റ് ഫിനിഷ് ചെയ്ത സമയത്ത് വീണ്ടും ആ ത്രെഡിനെ നമ്മൾ സ്റ്റാർട്ട് വിളിച്ചിട്ട് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ത്രെഡ് വർക്ക് ചെയ്യില്ല. ആൻഡ് ദർ ഓൾസോ റൈസ് ദ എക്സെപ്ഷൻ ഇല്ലീഗൽ ത്രെഡ് സ്റ്റേറ്റ് എക്സെപ്ഷൻ. ഓക്കെ, ദെൻ ബാക്കിയുള്ള എക്സെപ്ഷൻസ് എല്ലാം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ത്രെഡ്. സോ ത്രെഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് 4 പാർട്ടായിട്ടാണ് നമ്മൾ പഠിച്ചത്.
ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ത്രെഡ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ത്രെഡ് ആൻഡ് പ്രോസസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് പാർട്ടിൽ ഹൗ ടു ക്രിയേറ്റ് ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ആണ് പറഞ്ഞത്. ദെൻ ഓൾസോ തേർഡ് പാർട്ടിൽ ത്രെഡ് സിങ്ക്രണൈസേഷൻ, ഡെഡ്ലോക്സിനെ കുറിച്ചും പഠിച്ചു. ദെൻ ലാസ്റ്റ് പാർട്ടിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സും അതുപോലെ ഡയമണ്ട് ത്രെഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. സോ ഇറ്റ് ഈസ് ത്രെഡ്. So I am going to wind up today's session. Thank you.